ഹലോ, ബീനമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ പുളിയും ചിക്കായിട്ട് ചെറിയ മത്തി കിട്ടുന്നുണ്ട്. ചെറിയ മത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിട്ട് ഈ ഞങ്ങളുടെ ഇവിടെ ചെമ്മിപ്പുളി എന്നാണ് പറയുന്നത്. ആ ചെമ്മിപ്പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ഞാൻ അരയ്ക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ മീനിന് ചേർക്കുന്നത് പോലെയൊക്കെ തന്നെ തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി അതിനാവശ്യത്തിനുള്ളതെല്ലാം എടുത്ത് അരച്ച് ആ അരപ്പ് ഞാൻ ഇങ്ങനെ ചൂടാക്കിയോ വറവിട്ടിച്ചോ അങ്ങനെയൊന്നുമല്ല ചേർക്കുന്നത്. നേരെ ചട്ടിക്കകത്തേക്ക് ഒഴിച്ച് ആ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം അത് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതുപോലെ ഉപ്പിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പുളിയും അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് ഒരു ഒന്നിച്ച് ഒത്തിരി ചാറൊന്നും വെക്കേണ്ട, ഉപ്പും കൂടി ഇട്ട് നമ്മളങ്ങ് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിന്, എന്നുവെച്ചാൽ ചെറിയ മത്തിയല്ലേ, അപ്പോൾ അതിന് അത്രയുള്ള വേവേ ഉണ്ടാവുള്ളൂ. അതുപോലെ പുളിക്കും അതുപോലെ തന്നെയല്ലേ, പുളിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ മത്തി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതിന് മുമ്പ് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പ് തിളച്ചതിന് ശേഷം മത്തിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് പതുക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ ഏകദേശം നമുക്ക് ആവശ്യമുള്ള ആ ചാറിലാകുമ്പോൾ നമ്മൾ നിർത്തിയാൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ഈ അപ്പത്തിന് അതുപോലെ പുട്ടിന് കപ്പയൊക്കെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാച്ചിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും, ചോറിന് എല്ലാ സാധനങ്ങൾക്കും നമുക്ക് കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ്, നല്ല പച്ച മത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അന്നേരം ഈ പുളിയിഞ്ചിക്കായിട്ട് കറി വെക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. കണ്ടില്ലേ, ഇപ്പോൾ കറി ഏകദേശവും പറ്റി. അവസാനമാകുമ്പോൾ 2 തണ്ട് വേപ്പില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് നിർത്തി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം.